കോഴിക്കോട് നാദാപുരത്ത് ശക്തമായ മഴയിൽ മരം കടപുഴകി വീട് ഭാഗികമായി തകർന്നു. നാദാപുരം ആവോലത്തെ ചന്ദ്രമതിയുടെ വീടിന് മുകളിലാണ് കൂറ്റൻ പന കടപുഴകി വീണത്. പേരാമ്പ്രയിൽ നിർത്തിയിട്ട ജീപ്പിന് മുകളിൽ മരം വീണു. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സലാം, കോഴിക്കോട് രാവിലെ മുതൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതെങ്ങനെയാണ്? ഫാരിഷ, നാദാപുരം ആവോലത്തെ കൂടൻ്റെ അവിടെ ചന്ദ്രമതി എന്ന ആളുടെ വീടാണ്. വീടിന് മുകളിലേക്കാണ് സമീപത്തെ കൂറ്റൻ പനമരം കടപുഴകി വീണത്. വീടിൻ്റെ പിൻഭാഗത്തെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കൂടാതെ വരാന്തയും തകർന്നിട്ടുണ്ട്. ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി പെയ്തത്. ഈ മഴയിലാണ് ശക്തമായ കാറ്റുമുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ ചന്ദ്രമതിയുടെ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണത്. മറ്റൊന്ന്, പേരാമ്പ്ര ചെമ്പ്ര റോഡ് മുക്കിന് സമീപത്തുള്ള ഒരു ജീപ്പ് നിർത്തിയിട്ടിരുന്ന ജീപ്പിന് മുകളിലേക്ക് ഒരു മരം കടപുഴകി വീണതാണ്. ജീപ്പ് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. കായണ്ണ സ്വദേശിയായിട്ടുള്ള ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ജീപ്പാണ്. ഈ ജീപ്പിന് മുകളിലേക്കാണ് ഈ മരം കടപുഴകി വീണത്. ഇതിൽ ജീപ്പിന് പൂർണ്ണമായും നാശം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെയും കഴിഞ്ഞ വർഷവും ഈ രീതിയിലുള്ള ഒരു സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമീപത്ത് ഇങ്ങനെ ഒരു അപകടാവസ്ഥ ഉള്ള വിവരം നേരത്തെ തന്നെ അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഈ ഡ്രൈവർമാരൊക്കെ തന്നെ പറയുന്നത്. ഏതായാലും ഈ കായണ്ണ സ്വദേശിയായിട്ടുള്ള ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ജീപ്പിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. ഫാരിഷ, ശരി, നാദാപുരത്താണ് ശക്തമായ മഴയിൽ മരം കടപുഴകി വീട് ഭാഗികമായി തകർന്നിരിക്കുന്നത്.